ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സോറി, ഇത് ഞാൻ ദുർഗയെ മനസ്സിൽ കണ്ട് വാങ്ങിച്ചതാ. ദുർഗ ഒന്ന് വിളിക്കാവോ? അതിനെന്താ, ഇപ്പൊ വിളിക്കാം. അബി, ആ ദുർഗയെ വിളിച്ചിട്ട് വാ. ശരി മുത്തശ്ശി. ഞാൻ പറഞ്ഞല്ലേ. അയ്യോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. എൻഗേജ്മെന്റിന് വന്നതാണോ? അതെ. ആ, ഞാനും അതെ. കുറച്ചു കാലമായിട്ട് ദുബായ് തന്നെ ആയതുകൊണ്ട് എല്ലാരെയും എനിക്കത്ര ഓർമ്മയില്ല. എന്നുവെച്ച് കണ്ടപ്പോ ഞാൻ മിണ്ടാതെ പോയി. എനിക്കിപ്പോ ജാടയാണെന്നൊരു പരാതി ആർക്കും ഉണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ചോദിക്കുന്നതാണെന്ന് കരുതിയാ മതി. അതിനെന്താ, ഞാൻ കിരൺ. അഷിതയുടെ ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്നേ. അവരുടെ വീട്ടിൽ ഔട്ട് ഹൗസിലാ താമസിക്കുന്നേ. ഓ, അപ്പൊ പെൺവീട്ടുകാരാണല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോ മനസ്സിലാവാതിരുന്നത് എന്റെ തെറ്റല്ല. ഞാനേ കല്യാണ പയ്യന്റെ അങ്കിള, ഒരേ ഒരു അമ്മാവൻ, ചന്ദ്രസേന. അതെ, ഞാന് ദുബായില. കുറച്ച് ബിസിനസ് ഒക്കെ ഉണ്ട്. പിന്നെ നാട്ടിലൊരു ഫാം ഹൗസ് ഉണ്ട്. അതില് വലിയ ലാഭമൊന്നുമില്ല. മനസ്സിന്റെ ഒരു സന്തോഷത്തിന് നടത്തുന്നേ ഉള്ളൂ. അപ്പോ ശരി, പിന്നെ കാണാം. ഓക്കെ, ശരി. കിരൺ, പിന്നെ അത് ഒരു സോറി പറയാൻ മറന്നുപോയി. എന്തിന്? നമ്മളിപ്പോ കൂട്ടിയിടിച്ചില്ലേ, അതിന്. ഒരു തെറ്റ് ചെയ്താൽ അത് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവണം. അല്ലെങ്കിൽ അത് മനസ്സിൽ കുറ്റബോധമായി തങ്ങിക്കിടക്കും. പിന്നെ അത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നശിപ്പിക്കും. എന്നാ ഞാനും സോറി. ഇടിച്ചതിൽ തെറ്റ് എന്റെ ഭാഗത്തുണ്ടല്ലോ. അതുകൊള്ളാം. യു ആർ എ ജെന്റിൽമാൻ. എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. കാണാം. ഹായ് ദുർഗ, ഞാനാ പൂർണിമ. ഹലോ. ധ്വനിമോളുടെ അമ്മ. സ്കൂളിൽ ധ്വനിയെ ചേർക്കാൻ വന്നപ്പോഴും ദുർഗയെ കാണാൻ പറ്റിയില്ല. എന്നാലും മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട്. അത് തരാനാ വിളിപ്പിച്ചേ. ദുർഗ വലിയ തിരക്കിലായിരുന്നു തോന്നുന്നു. താനാണോ എല്ലാം ഓർഗനൈസ് ചെയ്തേ? അങ്ങനെയൊന്നുമില്ല, നാത്തൂനെല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ. ആ, ദുർഗയെ ധ്വനിമോൾക്ക് വലിയ ഇഷ്ടായി കേട്ടോ. ഇപ്പൊ സ്കൂളിൽ വരാനൊക്കെ അവക്ക് വലിയ ഉത്സാഹമാ. ഇനിയും വെറുതെ ഓരോന്ന് സംസാരിച്ച് സമയം കളയണ്ടല്ലോ. കൊണ്ടുവന്ന ഗിഫ്റ്റ് ആ കുട്ടിക്ക് കൊടുത്ത് ചടങ്ങുകൾ തുടങ്ങാം. കല്യാണ പെണ്ണിന്റെ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന രീതി ഞങ്ങൾക്കുണ്ട്. സോ ദിസ് ഇസ് ഫോർ യു ദുർഗ. അയ്യോ, എനിക്ക് ഇതൊന്നും. പൂർണിമ സന്തോഷത്തോടെ തരുമ്പോ അത് വേണ്ടാന്ന് പറയരുത് മോളെ. വാങ്ങിച്ചോ. അല്ല മുത്തശ്ശി, ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെ ദുർഗയ്ക്ക് ഗിഫ്റ്റിനോടൊന്നും വലിയ താല്പര്യമില്ലെന്ന്. മനസ്സിൽ മിതത്വവും നന്മയുള്ളതുകൊണ്ടാ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. സത്യത്തിൽ അങ്ങനെയുള്ളവർക്ക് സമ്മാനങ്ങൾ വാങ്ങാൻ യോഗ്യത ഉള്ളത്. ഇത് വാങ്ങിച്ചോ. വാങ്ങിക്കേ. ഇഷ്ടായോ നോക്കി.
ഇഷ്ടായി. ആ, എവിടെ ദുർഗയുടെ ഹസ്ബൻഡ്? ഇതുവരെ ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എന്താ എന്തു പറ്റി? ആ, അത് ദുർഗയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഇല്ലേ? അതെന്താ? അപ്പൊ മൂത്താളുടെ വിവാഹം നടത്താതെയാണോ ഇളയാളുടെ വിവാഹം നടത്തുന്നത്? അതെന്താ അങ്ങനെ? നിങ്ങളാരും എന്താ ഒന്നും പറയാത്തത്? അത് ജാതകത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതെ, പിന്നെ ദുർഗയ്ക്ക് ഞങ്ങളൊരു കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. ജാതകത്തിന്റെ കാര്യങ്ങളോട് ശരിയായിട്ട് നടത്താന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇത്ര ഉണ്ടായിരുന്നുള്ളോ? ഇത് പറയാനാണോ ഇത്രയും താമസം എടുത്തത്? അങ്ങനെയാണെങ്കിൽ ദുർഗയുടെ ആളും ചടങ്ങിന് വന്നിട്ടുണ്ടാവും അല്ലേ? ദുർഗേ, ഇതാ ഗിഫ്റ്റ്. ആ അച്ഛന്റെ കയ്യിൽ കൊടുത്തേക്ക്. ഇതാ. ഇതാണല്ലേ ആള്? അത് അതെ, എന്താ പേര്? കിരൺ. ഓ, എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഒരുമിച്ചാ വർക്ക് ചെയ്യുന്നേ സ്കൂളില്. ഹാ, അത് കൊള്ളാം. അപ്പൊ ഒരുമിച്ചാണ് ജോലിയല്ലേ? ഹായ് ധ്വനിമോളെ. നല്ല സെലക്ഷൻ ദുർഗ. മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിൾസ് ആണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എന്തൊക്കെയാ നാത്തൂന് ഇവിടെ നടക്കുന്നത്? എനിക്കറിയില്ല. നമ്മളൊന്നും മിണ്ടാതിരിക്കുന്നേ ഇപ്പൊ നല്ലത്. എങ്ങനെയെങ്കിലും ചടങ്ങ് നടക്കട്ടെ. ആ അതാ നല്ലത്. ഞാൻ പൃഥ്വിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിയിരുന്നു, അത് എടുക്കാൻ പോയതാണ് കിരൺ. ആ കൊള്ളാം. എന്താ? എന്തു പറ്റി? ഇത് പറന്നുപോയതാ, ഗിഫ്റ്റ് വാങ്ങിയതിന്റെ ബില്ല. അത് കളഞ്ഞേക്ക്. ആ. പൃഥ്വി എവിടെ? അവൻ കൂട്ടുകാർക്കൊപ്പം പുറത്തുണ്ട്.